മുസ്ലിം ലീഗിൽ പൊട്ടിത്തെറി. ഘടക കക്ഷികളിലെ മന്ത്രിമാർക്ക് അല്ലെങ്കിൽ തൻ്റെ കീഴിലുള്ള മന്ത്രിമാർക്ക് പണം കൊടുക്കേണ്ടത് BD സതീശനാണ്. കാരണം ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് BD സതീശനാണ്. BD സതീശൻ പണം കൊടുത്താൽ മാത്രമേ മറ്റ് വകുപ്പുകളിലെ മന്ത്രിമാർക്ക് സുഗമമായി പ്രവർത്തിക്കാൻ കഴിയൂ. പണം കണ്ടെത്താൻ സ്വന്തം നിലയിൽ പ്രവർത്തിച്ചു കൊള്ളാനാണ് BD സതീശൻ ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇതാണ് മുസ്ലിം ലീഗിൽ പൊട്ടിത്തെറിക്ക് കാരണമായിരിക്കുന്നത്. PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടാൽ ഫണ്ട് ലഭിക്കും കേന്ദ്രത്തിൽ നിന്ന്. അതുകൊണ്ട് തന്നെ അതിവേഗം ബഹുദൂരം PM ശ്രീ പദ്ധതിയിൽ ഒപ്പിടാനാണ് മുസ്ലിം ലീഗിൻ്റെ വിദ്യാഭ്യാസ മന്ത്രിയോട് സതീശൻ പറഞ്ഞിരിക്കുന്നത്. PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ട് പണം വാങ്ങിക്കൊള്ളുക. SSK ഫണ്ട് ലഭിക്കണമെങ്കിൽ PM ശ്രീ പദ്ധതിയിൽ ഒപ്പിടണം. അത് എത്രയും വേഗം ഒപ്പിടണം എന്നാണ് സതീശൻ വിദ്യാഭ്യാസ മന്ത്രിക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. കേന്ദ്ര സർക്കാരിൻ്റെയും BJPയുടെയും അതേ ഭാഷയിലാണ് സതീശൻ സംസാരിക്കുന്നത്. PM ആവാസ് യോജന നടപ്പിലാക്കാൻ പോകുന്നു. മുസ്ലിം ലീഗിൻ്റെ മന്ത്രി KM ഷാജി തന്നെ അതിന് ചുക്കാൻ പിടിക്കുന്നു എന്നുള്ളതാണ് വൈരുദ്ധ്യം. അതേക്കുറിച്ച് BJP നേതാവ് K സുരേന്ദ്രൻ പറഞ്ഞ വാക്കുകളും ശ്രദ്ധേയം. മുസ്ലിം ലീഗിൻ്റെ മന്ത്രി തന്നെ ഇത് ചെയ്യണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. PM ആവാസ് യോജന പ്രകാരം വയ്ക്കുന്ന വീടുകളിൽ, കേരളത്തിലെ വീടുകളിൽ പ്രധാനമന്ത്രിയുടെ ഫോട്ടോ പതിക്കും. വീടുകൾ പ്രധാനമന്ത്രിയുടെ ഫോട്ടോ പതിച്ച് അങ്ങനെ PM ആവാസ് യോജന പ്രകാരമുള്ള വീടുകളായി മാറും. കഴിഞ്ഞ LDF സർക്കാർ ലൈഫ് മിഷനിലൂടെ ഇതിനെ തടയിട്ടിരുന്നു. ലൈഫ് മിഷനൊക്കെ ഇപ്പോൾ മാറ്റിയിരിക്കുന്നു. വീടുകൾക്ക് മുമ്പിൽ മോദിയുടെ ചിത്രം വയ്ക്കാനുള്ള ഉത്തരവാദിത്വം, കാർമ്മികത്വം ഏറ്റെടുക്കേണ്ട അവസ്ഥയിലാണ് മുസ്ലിം ലീഗ്. എന്തായാലും മുസ്ലിം ലീഗ് കേന്ദ്ര സർക്കാരിൽ നിന്ന് ധാരാളം പണം വാങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നു. PM ശ്രീ നടപ്പിലാക്കാൻ തീരുമാനിച്ചത് മുസ്ലിം ലീഗിനുള്ളിൽ വലിയ പൊട്ടിത്തെറിക്ക് കാരണമായിട്ടുണ്ട്. PM ശ്രീയെ ഏറ്റവും കൂടുതൽ എതിർത്ത പാർട്ടിയാണ് മുസ്ലിം ലീഗ്. PM ശ്രീ അറബിക്കടലിൽ എറിയുമെന്ന് UDF സർക്കാർ അധികാരത്തിൽ വന്നാൽ PM ശ്രീ അറബിക്കടലിൽ എറിയുമെന്ന് പ്രസംഗിച്ചത് മറ്റാരുമല്ല, ഇപ്പോഴത്തെ മന്ത്രി KM ഷാജിയാണ്. പിന്നീട് KM ഷാജി പറഞ്ഞത് അത് തൻ്റെ ഇലക്ഷൻ സ്റ്റണ്ട് മാത്രമാണ് എന്നാണ്. ഇപ്പോൾ PM ആവാസ് യോജന നടപ്പാക്കാൻ പോകുന്നു KM ഷാജി. മുസ്ലിം ലീഗിലെ വിദ്യാഭ്യാസ മന്ത്രി N ഷംസുദ്ദീൻ PM ശ്രീ നടപ്പാക്കാനുള്ള നീക്കങ്ങളുമായി മുന്നോട്ട് പോകുന്നു. കരിക്കുലം മാറില്ല, സിലബസ് മാറില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അതൊന്നും നടക്കുന്ന കാര്യമല്ല. ഇനിയിപ്പോൾ കേരളത്തിലെ കുട്ടികൾ പഠിക്കുന്നത് ഗോൾവാർക്കറുടെയും സവാർക്കറുടെയും ഒക്കെ ചരിത്രമായിരിക്കും, വളച്ചൊടിക്കപ്പെടുന്ന ചരിത്രങ്ങൾ. ആ ചരിത്രങ്ങൾ പഠിക്കുമ്പോൾ ഗാന്ധിയെയും നെഹ്റുവിനെയും കുട്ടികൾ മറക്കും. അങ്ങനെ അപകടകരമായ ഒരവസ്ഥയിലേക്കാണ് കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം കൂപ്പുകുത്തുന്നത്. സതീശൻ എന്തൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്? പൂച്ച പെറ്റ് കിടക്കുന്ന ഖജനാവാണ്, ആ ഖജനാവ് നിറയ്ക്കാൻ പണം ആവശ്യമാണ്. ഇതൊക്കെയാണ് സതീശൻ പറഞ്ഞ് നടന്നിരുന്നത്. പൂച്ച പെറ്റ് കിടക്കുന്ന ഖജനാവ് നിറയ്ക്കാൻ കേന്ദ്ര സർക്കാരിൽ നിന്ന് പണം വാങ്ങാൻ കേരളത്തിൻ്റെ മതേതര പാരമ്പര്യത്തെ അടിയറവ് വയ്ക്കുകയാണ് സതീശൻ. അതിന് കുടപിടിക്കേണ്ട ഗതികേട്ടിലാണ് മുസ്ലിം ലീഗ് അണികൾ സൈബറിടങ്ങളിൽ ഇതിനെതിരെ പ്രതിഷേധിക്കുന്നുണ്ട്. ശക്തമായ പ്രതിരോധം അവർ ഉയർത്തുന്നുണ്ട്. ശക്തമായ പ്രതിരോധം തന്നെയാണ് അവർ ഉയർത്തുന്നത്. മുസ്ലിം ലീഗിൻ്റെ പല നേതാക്കൾക്കും ഈ നടപടിയോട് അസംതൃപ്തിയുണ്ട്. പക്ഷേ അവരെല്ലാം കണ്ടില്ല കേട്ടില്ല എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. ഇപ്പോൾ വല്ലാത്തൊരവസ്ഥയിലൂടെയാണ് മുസ്ലിം ലീഗ് കടന്നു പോകുന്നത്. മുസ്ലിം ലീഗിൻ്റെ നിലനിൽപ്പ് തന്നെ അവതാളത്തിലായി മാറിയിരിക്കുന്നു. എവിടെ ഇടതുപക്ഷം ദുർബലമാകുന്നുവോ അവിടെ മതേതര ശക്തികൾ ശക്തി പ്രാപിക്കും എന്നുള്ളത് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നു. എന്തായാലും മുസ്ലിം ലീഗിൽ പൊട്ടിത്തെറി സംഭവിച്ചിരിക്കുന്നു. പൊട്ടിത്തെറിച്ച് മുസ്ലിം ലീഗ് നിൽക്കുന്നു.